ലോകരക്ഷാർത്ഥം മഹാവിഷ്ണുവിന്റെ 9ാം അവതാരമായ ശ്രീകൃഷ്ണൻ ഭൂജാതനായ ദിവസമാണ് വിശ്വാസികൾ ശ്രീകൃഷ്ണ ജയന്തിയായി ഇപ്പോൾ ആചരിച്ചു വരുന്നത്. ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒരുമിച്ച് വരുന്ന ദിവസം, അതാണ് ഇന്നത്തെ ദിവസം. ദ്വാപരയുഗത്തിൽ ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി തിഥിയിൽ രോഹിണി നക്ഷത്രത്തിലാണ് ശ്രീകൃഷ്ണൻ അവതരിച്ചതെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി മഹോത്സവമാണ് ഇന്ന് നടക്കുന്നത്. പ്രത്യേക പൂജകളുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ഉച്ചയോടെ പ്രത്യേക പ്രസാദ ഊട്ടുമുണ്ട്. വലിയ ഭക്തജന തിരക്കാണ് ഗുരുവായൂരിൽ. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും ശോഭായാത്ര വൈകിട്ട് 4:30 നടക്കും. ഉണ്ണിക്കണ്ണന്മാരും കുഞ്ഞ് ഗോപികമാരും ഒക്കെ വീഥികൾ കൈയടക്കുന്ന കാഴ്ചയായിരിക്കും നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഗുരുവായൂരിലേക്ക് പോകാം. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പമുണ്ട്. അർജുൻ മട്ടന്നൂർ, ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ശ്രീകൃഷ്ണ ജയന്തി, അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ ഇന്ന് വിവാഹങ്ങളുടെ ഒരു പെരുക്കമാണ്. 200ഓളം വിവാഹങ്ങളാണ് രജിസ്റ്റർ ചെയ്തതായി ഇന്നലെയൊക്കെ അറിയാൻ കഴിഞ്ഞത്. ഗുരുവായൂരിലെ ചടങ്ങുകൾ, അതോടൊപ്പം തിരക്ക് എങ്ങനെയുണ്ട്? സുജിയ, അഷ്ടമി രോഹിണി ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ തിരക്ക് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ വിവാഹങ്ങൾ കൂടി ആരംഭിച്ചു. അതോടുകൂടി വലിയ തിരക്ക് ഈ ക്ഷേത്ര പരിസരത്ത് എമ്പാടുമുണ്ട്. നമുക്ക് കാണാം, ഏതാണ്ട് 138 വിവാഹങ്ങളാണ് ഇത്തവണ നടക്കുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ബുക്ക് ചെയ്തത് പ്രകാരം 138 വിവാഹങ്ങൾ ഈ ദിനം നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ കിഴക്ക് ഗോപുര നടയിൽ 4 മണ്ഡപങ്ങൾ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. ഈ 4 മണ്ഡപങ്ങളിലും രാവിലെ 4 മണി മുതൽ തന്നെ വിവാഹങ്ങൾ നടത്താൻ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം, ഇത്തരത്തിൽ വിവാഹം കഴിഞ്ഞ് ഇറങ്ങുന്ന നവദമ്പതികളൊക്കെ തന്നെ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുന്നതൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതോടൊപ്പം തന്നെ നിരവധി ഭക്തർ സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമായി ഇന്നലെ മുതൽ തന്നെ എത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ പൊതു അവധി കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് 40,000-ഓളം പേർക്കാണ് പ്രസാദ ഊട്ട് നൽകുന്നത്. ഗുരുവായൂരപ്പന്റെ പിറന്നാൾ ദിനത്തിൽ പിറന്നാൾ സദ്യ കഴിക്കാൻ വേണ്ടി 40,000-ഓളം പേർ എത്തും എന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. ഏതാണ്ട് 9 മണി മുതൽ തന്നെ പ്രസാദ ഊട്ട് ആരംഭിക്കും. അതോടൊപ്പം തന്നെ വിശേഷ പൂജകളൊക്കെ തന്നെ ഇന്ന് ഉണ്ട്. ഇന്ന് VIP സ്പെഷ്യൽ ദർശനങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു. മാത്രവുമല്ല, ഇത്തരത്തിൽ ശയനപ്രദക്ഷിണവും മറ്റ് പ്രദക്ഷിണവും ഇന്ന് പ്രത്യേക സാഹചര്യത്തിൽ അനുവദിക്കില്ല എന്നും നേരത്തെ തന്നെ അറിയിപ്പ് ഉണ്ട്. വലിയ ഗതാഗത നിയന്ത്രണമാണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും മറ്റും ഇന്ന് ഉള്ളത്. പ്രത്യേകിച്ച് വലിയ തിരക്കുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യൂവിലും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പരമാവധി പേർക്ക് ദർശനം നടത്താൻ സാധ്യമാകുന്ന രീതിയിൽ അത്തരത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ തിരക്ക് ക്ഷേത്ര പരിസരത്ത് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് കാണാം, ഈ ചെറിയ കുട്ടികളൊക്കെ തന്നെ, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ശ്രീകൃഷ്ണ വേഷം കെട്ടി, ഉണ്ണിക്കണ്ണന്റെ വേഷം കെട്ടി രാവിലെ മുതൽ തന്നെ ഈ ക്ഷേത്ര പരിസരത്തേക്ക് തന്നെ വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സാധാരണ ശോഭായാത്ര വൈകുന്നേരമാണ്. വൈകുന്നേരമാകുമ്പോഴേക്കും എല്ലായിടത്തും ഇത്തരത്തിൽ കൃഷ്ണവേഷം കെട്ടിയ, ഉണ്ണിക്കണ്ണന്റെ വേഷം കെട്ടിയ കുഞ്ഞുങ്ങൾ നിറയും. എന്തായാലും ഇപ്പോൾ പലയിടത്തും ക്ഷേത്ര പരിസരങ്ങളിൽ എമ്പാടും തന്നെ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് കാണാതാ. ഒരു അച്ഛൻ്റെ തോളിലൊക്കെ ഏറി ഒരു കുഞ്ഞ് പോകുന്നത് കാണാം. എന്താ പേരെന്താ? ജയ്ഡൻ. ഇവന്റെ ജയ്ഡൻ. പേര് പറയാറായിട്ടില്ല. ഞങ്ങൾ ആലുവ. ഇന്നലെ എത്തിയോ? ഞങ്ങൾ ഇന്നലെ എത്തി. ഇന്ന് രാവിലെ 2 മണിയായപ്പോൾ എത്തി. നേരെ കയറി അമ്പലത്തിൽ കയറി ഇറങ്ങി. ദർശനം വീട്ടിലെ ഘോഷയാത്ര കഴിഞ്ഞിട്ട് പോണുള്ളൂ. ദർശനം നടത്തി ഘോഷയാത്ര കഴിഞ്ഞിട്ട് പോണുള്ളൂ. സുജയ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാതാ. ഇത്തരത്തിൽ ഉണ്ണിക്കണ്ണന്മാരെ കൊണ്ട് നിറയുകയാണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരം. ഇത്തരത്തിൽ നിരവധി ചെറിയ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഉണ്ണിക്കണ്ണന്റെ വേഷമൊക്കെ കെട്ടി ക്ഷേത്ര പരിസരത്ത് എമ്പാടുമുണ്ട്. അത്തരത്തിൽ ഇതാ മറ്റൊരു ഉണ്ണിക്കണ്ണൻ ഇതാ ഇവിടെയുണ്ട്. ഇതാ ചെറിയ കുഞ്ഞുങ്ങളാണ്. മനോഹരമായ രീതിയിൽ ഉണ്ണിക്കണ്ണന്റെ വേഷമൊക്കെ കെട്ടി വരികയാണ്. എവിടുന്ന ഏട്ടാ വരുന്നത്? കേജരി. എന്താ പേരെന്താ? കൃഷ്ണതി. സുജയ, ഇത്തരത്തിലുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി ദിനമായ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു ഉണ്ണിക്കണ്ണനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കളിപ്പാട്ടത്തിന് വേണ്ടി അടികൂടുകയാണ്. എന്താ പേര്? അത്തരത്തിൽ ഉണ്ണിക്കണ്ണന്മാരെ കൊണ്ട് നിറയുകയാണ് സുജിയ ക്ഷേത്ര പരിസരം. എന്തായാലും 2 കൃഷ്ണനുണ്ട്. താഴെ നിൽക്കുന്ന കൃഷ്ണൻ ആ കാറിലാണ് നോട്ടം. അതെ സുജിയ. സുജിയ അവനാ
കാറിൽ തന്നെയാണ് നോട്ടമിട്ടേക്കുന്നത്. ആ കളിപ്പാട്ടം കിട്ടാൻ വേണ്ടി ഏറെ നേരമായി അവൻ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും കളിപ്പാട്ടം കിട്ടി, വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നമുക്കൊരു 8:30 മണിയാകുമ്പോഴേക്കും ഇവിടെ പ്രത്യേക പരിപാടികളും മറ്റും നടത്തുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് ഏതാണ്ട് 1000 ഉണ്ണിക്കണ്ണന്മാരൊക്കെ തന്നെ ഉണ്ടാകും. അത്തരത്തിൽ ഉണ്ണിയപ്പ വിതരണവും മറ്റും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കൃഷ്ണവേഷം കെട്ടിയ നിരവധി ആളുകളെയും നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. കൂടുതൽ കാഴ്ചകൾക്കായി വീണ്ടും എത്താം. ഗുരുവായൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ കൃഷ്ണൻ തിളങ്ങുന്നുണ്ടല്ലോ, ഇപ്പോൾ കാണുന്ന കൃഷ്ണൻ. അർജുൻ, അത് തന്നെയാണ്, നന്നായി തിളങ്ങുന്നുണ്ടല്ലോ. വികാസ് ഗുരുവായൂർ നമ്മുടെ ഈ ഫ്ലോറിൽ വന്നിട്ടുള്ളതാണ് അർജുൻ. വിഷുവിന് ഗസ്റ്റ് ആയിരുന്നു ഞാനവിടെ. സുജയ, അതാണ് വികാസ് പറയുന്നത്. സുജയുടെ കൂടെ അവിടെ ഫ്ലോറിലേക്കൊക്കെ വന്നിട്ടുണ്ട്, അത്തരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വികാസ് രാവിലെ എത്തി. രാവിലെ വന്നു. അത്തരത്തിൽ കൃഷ്ണവേഷം കെട്ടിയ ആളുകൾ, അതോടൊപ്പം തന്നെ ചെറിയ ഉണ്ണിക്കണ്ണന്മാരൊക്കെ ഉണ്ട്. അത്തരത്തിൽ മനോഹരമായ കാഴ്ചകളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്തെമ്പാടും നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ തിരക്കുണ്ട്, അതിനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് 40,000-ഓളം പേർക്ക് ഗുരുവായൂരപ്പന്റെ പിറന്നാൾ സദ്യയും ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വിപുലമായ കൂടുതൽ കാഴ്ചകൾക്കായി വീണ്ടും എത്താം അർജുൻ മട്ടന്നൂരിലേക്ക്. ഗുരുവായൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ, പ്രതികരണങ്ങളൊക്കെയാണ് അർജുൻ മട്ടന്നൂർ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നത് പോലെ വലിയ തിരക്കാണ്. ഇന്ന് അഷ്ടമി രോഹിണി പ്രത്യേക സദ്യയൊക്കെയാണ് ഗുരുവായൂരിലും അതുപോലെ തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലുമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള കാഴ്ചകളും പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ശ്രീകൃഷ്ണ ജയന്തിയുടെ കാഴ്ചകളെല്ലാം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും.